ചുരുങ്ങിയ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും നല്ല ഒരു കൂട്ടായ്മയാണിത്, സദസ്സാണിത്. നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന വന്നു ചേർന്ന ഓരോ വ്യക്തിയെയും കാണുമ്പോൾ അറിയാം, നമുക്കൊരു ക്രൗഡ് മീറ്റിംഗ് അല്ല നമ്മൾ ഉദ്ദേശിച്ചത്. ക്രൗഡായിരുന്നെങ്കിൽ നമുക്കിന്ന് കുട്ടികളോട് ഒരു 5000 കുട്ടികളോട് വരാൻ പറഞ്ഞാൽ സുഖമായിട്ട് വരുമായിരുന്നു. നമ്മൾ ഉദ്ദേശിച്ചത് ഇതാണ്. ഈ സംസ്ഥാനത്തിൻ്റെ, പ്രത്യേകിച്ച് നമ്മുടെ ഈ രൂപതയോട് ബന്ധപ്പെട്ട കാര്യങ്ങളുടെ പ്രധാന മേഖലകളിലിരുന്ന് ശുശ്രൂഷ ചെയ്യുന്ന രാഷ്ട്രീയ, സാംസ്കാരിക, മത തലത്തിലുള്ള പ്രധാനപ്പെട്ട ആളുകളുടെ ഒരു ഒന്നിച്ചുചേരലാണ്. ഞാൻ അധിക സമയമെടുക്കുന്നില്ല, നമുക്കെല്ലാം ഇനിയും പല കാര്യങ്ങളുണ്ട്. വേദപുസ്തകത്തിൻ്റെ ആരംഭത്തിൽ തന്നെ 4 പ്രതിസന്ധികൾ നമ്മൾ കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ 4 പ്രതിസന്ധികളാണ്. ആ 4 പ്രതിസന്ധികളെ തരണം ചെയ്തതിന് ശേഷമാണ് അബ്രാഹത്തെ ദൈവം വിളിച്ച് ഒരു ദൈവ ജനതയെ രൂപീകരിക്കുന്നത്. ആദ്യത്തേത്, ദൈവത്തിൻ്റെ കരം പിടിച്ച് പർദീസായിലൂടെ നടന്ന ആദവും ഹവ്വായും അല്പം കഴിഞ്ഞപ്പോൾ അവർക്ക് ദൈവത്തിൻ്റെ സ്വരത്തേക്കാൾ പിശാചിൻ്റെ സ്വരം ഇമ്പകരമായിട്ട് തോന്നി. അതൊരു വീഴ്ചയാണ്. അത് നമുക്ക് എല്ലാ മനുഷ്യരിലും ഉണ്ടാകാവുന്ന ഒരു വീഴ്ചയാണ്. ദൈവത്തിൻ്റെ വാക്കുകൾ കേട്ട് നടന്ന് നന്നായിട്ട് ജീവിച്ചവര് കുറെ കഴിയുമ്പോൾ അവര് നമുക്കൊരെത്തും പിടിയും കിട്ടാത്ത വിധത്തിൽ തരം താഴ്ന്നു പോവുകയാണ്. രണ്ടാമത്തേത്, കായേനും ആബേലും. അവര് രണ്ടുപേരും സ്വന്തം സഹോദരങ്ങളാണ്. അവർ രണ്ടുപേരും ബലിയർപ്പിച്ചവരാണ്, ദൈവത്തിനു വേണ്ടി ബലിയർപ്പിച്ചു. ക്വാളിറ്റി ബലി ഏതാണ് എന്നതിനെ കുറിച്ചുള്ള തർക്കം വന്നപ്പോൾ കായേന് ആബേലിനെ, സ്വന്തം സഹോദരനെ കൊല്ലുകയാണ്. ഇതെല്ലാം സിൻഡ്രോം ആണ്. കായേൻ അന്ന് നടത്തിയ ആ ഒരു കൊല ഇന്നും തുടരുകയാണ്. ആദ്യത്തെ മനുഷ്യൻ കൈവിട്ട് കളഞ്ഞ ആ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനുള്ള ആ പ്രവണത ഇന്നും തുടരുകയാണ്. മൂന്നാമത്തെ സംഭവം ജലപ്രളയമാണ്. നോഹ എന്ന വലിയ വ്യക്തിയെ ദൈവം സംരക്ഷിച്ചു. നോഹിന്റെ മക്കള് എല്ലാവരും പെട്ടകത്തിൽ നിന്ന് പുറത്തു വന്ന് വളർന്നു. പിന്നെയും നമ്മൾ കാണുന്നത് നോഹ മദ്യപിക്കുകയാണ്. പോസ്റ്റ് ഫ്ലഡ് നോവ സിൻഡ്രം എന്ന് വേണമെങ്കിൽ അതിനെ വിളിക്കാം. വലിയൊരു സംരക്ഷണം നൽകി ദൈവം വളർത്തിയ ആ വ്യക്തിയും വീണ്ടും മദ്യപാനത്തിലേക്ക് പോവുകയാണ്. അവസാനത്തേത് ബാബേൽ ഗോപുരമാണ്. വലിയ മിടുക്കന്മാരായിട്ട് സ്വർഗം വരെ എത്തുന്ന കെട്ടിടം നമുക്ക് പണിയാം, ഗോപണി പണിയാം എന്ന് പറഞ്ഞു തുടങ്ങി അവർ ചിതറിക്കപ്പെടുകയാണ്. അതാണ് ബാബേൽ സിൻഡ്രോം. ഈ 4 സിൻഡ്രോംസ് ആദ്യ ഭാഗത്ത് തന്നെ, ലോകത്തിൻ്റെ സൃഷ്ടിയുടെ ആദ്യ നാളുകളിൽ തന്നെ വേദപുസ്തകത്തിൽ സ്ഥാനം പിടിച്ചത് ഇന്നും തുടരുകയാണ്. നമ്മളൊന്ന് വിചാരിക്കുക, ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ കാര്യങ്ങളെല്ലാം അതേക്കുറിച്ചാണ് ഈ 4 വാക്കുകളിൽ ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ നമ്മൾ കാണുന്ന ബലഹീനമായ ആ അവസ്ഥ. ഇന്ന് കേരളത്തിൽ അക്രമവും കൊലയും നിഷ്ഠൂരമായ രീതിയിൽ വ്യാപിക്കുകയാണ്. പണ്ടൊക്കെ നമ്മൾ കൊച്ചുനാളില് MA BEd എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്ന പോലെയല്ലേ ഇന്ന് MDMA എന്നൊക്കെ പറയുന്നത്. എത്ര എളുപ്പത്തിലാണ് MDMA എന്നൊക്കെ പറഞ്ഞു പോകുന്നത്. അതാണ് ഒരു കാലഘട്ടത്തിൽ വരുന്ന മാറ്റം. ഇവിടെ സൂചിപ്പിച്ചല്ലോ, അമ്മയെ കൊല്ലുന്ന മകൻ, അപ്പനെ കൊല്ലുന്ന മകൻ, കുടുംബാംഗങ്ങളെ മുഴുവൻ ഇഷ്ടിക കൊണ്ട് തലക്കടിച്ച് കൊല്ലുന്ന 23കാരൻ, നഞ്ചക്ക് കൊണ്ട് അടിയേറ്റ് തലയോട്ടി പൊട്ടി മരിക്കുന്നവൻ, കാർഷിക കോളേജിൽ നടന്ന നിഷ്ഠൂരമായ റാഗിങ്,
കോട്ടയം നഴ്സിംഗ് കോളേജിൽ നടന്ന നിഷ്ഠൂരമായ റാഗിംഗ്, പോലീസിനെ കണ്ട് പേടിച്ച് MDMA വിഴുങ്ങി മരിച്ചവൻ, റെയിൽവേ പാളത്തിൽ തലവെച്ച് മരിക്കുന്ന കുടുംബാംഗങ്ങൾ, മനുഷ്യനെ പട്ടാപ്പകല് റോഡിൽ ഇട്ട് തല്ലിക്കൊല്ലുന്നവൻ, ഇങ്ങനെ കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷം വളരെ വേഗത്തിൽ മാറിപ്പോയി. ഞാൻ ആദ്യം സൂചിപ്പിച്ച ആ സിൻഡ്രോംസ് എല്ലാം കൂടി ഒന്നിച്ച് ഒറ്റ നിമിഷത്തിൽ നമ്മുടെ ഇടയിലേക്ക് വരുന്നത് പോലെയാണ്. മദ്യം, മയക്കുമരുന്ന് എന്ന ആ ഒരു ഡർട്ടി ഗെയിം വല്ലാതെ നമ്മളെ ബാധിച്ചു. അത് ബാധിച്ചു എന്ന് മാത്രമല്ല, നമുക്ക് എന്താണ് ഇതിന് പ്രതിവിധി എന്ന് പറയാൻ പറ്റാത്ത വിധത്തില് നമ്മൾ വലഞ്ഞ് വിഷമിക്കുന്ന ഒരു അവസ്ഥ കൂടിയാണിത്. നമ്മുടെ സ്ഥാപനങ്ങളിലെ ക്ലാസുകളില് പല സമുദായത്തിൽപ്പെട്ട കുട്ടികള് സഹവർത്തിത്തോടെ പഠിക്കുന്നുണ്ട്. അവരുടെ എല്ലാം ഉന്നതി ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട വലിയൊരു ഗണം ആളുകള് പരസ്പരം അറിയാതെ തന്നെ നമ്മുടെ സ്ഥാപനങ്ങളുടെ സംരക്ഷകരമായിട്ടുമുണ്ട്. നികുതിദായകരായ ജനങ്ങള് അത് വാങ്ങി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുവാൻ കടപ്പെട്ട സർക്കാർ, നിയമപാലനം ജീവിതമൃതമാക്കിയ നിയമപാലകര്, അധ്യാപക രക്ഷാകർതൃ സംഘടനക്കാര്, അധ്യാപകര്, വൈദികര്, സിസ്റ്റേഴ്സ്, സ്ഥാപനങ്ങളിലെ അധ്യാപകര്, അവരിൽ തന്നെ ശുചീകരണ ജോലി ചെയ്യുന്നവര്, സ്കൂൾ ബസ് ഡ്രൈവേഴ്സ്, കുട്ടികളുടെ സ്കൂളിനടുത്ത് കച്ചവടം നടത്തുന്നവര്, ടാക്സി ഓട്ടോറിക്ഷ ഓടിച്ച് അവരെ സഹായിക്കുന്നവര്, പൊതുവാഹനങ്ങളിൽ കുട്ടികൾക്കൊപ്പം സഹയാത്രികരായിട്ട് നീങ്ങുന്നവര്, ഇങ്ങനെ ഒരു പറ്റം ആളുകൾക്ക് കുട്ടികളെ നന്നായിട്ടറിയാം. ഈ പിള്ളേരെ അറിയാവുന്ന ഒരു പറ്റം ആളുകളെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത്. ഇവർക്കെല്ലാം നമ്മുടെ കുട്ടികളെ നല്ലവണ്ണം അറിയാവുന്നവരാണ്. അതേസമയം വീട്ടിനുള്ളിൽ മാതാപിതാക്കൾക്ക് അവർക്ക് കുട്ടികളോട് വർത്തമാനം പറയാൻ നേരമില്ല, അവരോട് ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ നേരമില്ല, അവരോട് ഒന്നിച്ച് ഭക്ഷിക്കാൻ നേരമില്ല. അവർ ജോലി കഴിഞ്ഞ് വരുമ്പോൾ അവർ തന്നെ മൊബൈലിലാണ്. പിള്ളേർക്കും അതുപോലെ തന്നെ നിങ്ങൾ ഉപയോഗിച്ചു, നിങ്ങൾ കളികൾ കണ്ട് പഠിച്ചു എന്നുള്ള മട്ടിലാണ്. മാതാപിതാക്കൾ തന്നെ ലഹരിയിലേക്ക് മാറുന്ന അന്തരീക്ഷമുണ്ട്. അങ്ങനെ കുടുംബത്തിൽ ഉണ്ടാകുന്ന വലിയ ഒരു കുട്ടികൾക്ക് അനുഭവപ്പെടുന്ന ഒരു തഴച്ചിലാണ് അടിസ്ഥാനപരമായിട്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് എല്ലാം വരുന്നത്. കുട്ടികൾ വയലന്റ് ആയിട്ട് വരികയാണ്. അടിസ്ഥാന കാരണം വീട്ടിനുള്ളിൽ അവർക്കത് കിട്ടുന്നില്ല. നമ്മുടെ ഒന്നും കാലമല്ല ഇപ്പോൾ. കുട്ടികൾക്ക് അത് കിട്ടാണ്ട് പോകുമ്പോൾ അവര് വീട്ടിനുള്ളിൽ സപ്രസ് ചെയ്ത് മനസ്സിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങള് പള്ളിക്കൂടത്തിൽ വരുമ്പോൾ അവർക്ക് കുറെ കൂടെ സ്വാതന്ത്ര്യമുണ്ട്. അമിത സ്വാതന്ത്ര്യം ഉപയോഗിക്കുകയാണ്. അത്തരത്തിൽ അവര് എളുപ്പത്തിൽ വഴിതെറ്റിപ്പോകുന്നവരെ പോലെ മാറുകയാണ്. കുട്ടികളും മാതാപിതാക്കളും തമ്മിൽ നല്ല അകൽച്ചയുണ്ട്. അത് നമുക്ക് സമ്മതിക്കാതെ തരവില്ല. കുട്ടികളും മാതാപിതാക്കളും തമ്മിൽ നല്ല അകൽച്ചയുണ്ട്. കുട്ടികളും അധ്യാപകരും തമ്മിലും അകൽച്ചയുണ്ട്. കുട്ടികളും സ്കൂള് സംവിധാനങ്ങളും തമ്മിൽ അകൽച്ചയുണ്ട്. പൊതുജനങ്ങള് അയൽപക്ക ബന്ധങ്ങൾ വളരെയേറെ കുറയുന്നുണ്ട്. സഭാ സംവിധാനത്തോടും സാമൂഹ്യ സംവിധാനത്തോടുമുള്ള അകൽച്ചകളും കുറെയെങ്കിലും കൂടി വരികയാണ്. കുട്ടികളെ സംബന്ധിച്ച് അവർ നോക്കുമ്പോൾ അവരെ ഗൗരവകരമായിട്ട് സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന സംവിധാനങ്ങൾ എല്ലാം ബലഹീനമാകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പല സിനിമകളും, ഇവിടെ സിനിമാക്കാരൊക്കെ ഉണ്ട്, എൻ്റെ ഇഷ്ടക്കാരായ കത്തീഡ്രലിലുള്ള പലരും നല്ല സിനിമാക്കാരാണ്. പല സിനിമയും നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ആരെയെങ്കിലും കൊന്ന് കയ്യടി നേടി ആ സിനിമയ്ക്ക് നല്ല കാഴ്ചക്കാരെ സൃഷ്ടിക്കുക. ഇത് ഈ പാവപ്പെട്ട കുട്ടികളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കുട്ടികളിൽ കാണുമ്പോൾ അവരതിൻ്റെ തന്ത്രങ്ങളൊക്കെ കണ്ടുപിടിച്ച് ആ രീതിയിലുള്ള ഒരു മാനസികമായ അവസ്ഥ അവര് ഉള്ളിൽ സൃഷ്ടിക്കുകയാണ്. അത് സിനിമ മാത്രമല്ല, ഏതു കാര്യത്തിലും നമ്മൾ മാധ്യമങ്ങളിൽ അമിതമായ പ്രാധാന്യം കൊടുക്കുമ്പോൾ, ഒരു കാലഘട്ടത്തിൽ പാമ്പിനെ കടിപ്പിച്ച് കൊല ചെയ്ത സംവിധാനം ഉണ്ടായിരുന്നല്ലോ.
അതെല്ലാം 2-3 ആഴ്ചകൾ നമ്മുടെ ചാനലുകളിൽ കാണിച്ച് മാനസിക വിഭ്രാന്തി പിടിച്ച കുറേയേറെ കുട്ടികളുണ്ട്. പാമ്പിനെ കണ്ട് പേടിച്ചു പോയവര് TV തുറക്കുമ്പം പാമ്പിനെയാണ് കാണുന്നത്. അപ്പൊ എന്താണ് നമ്മൾ കാണിക്കുന്നത്, എന്താണ് ഈ സമൂഹത്തിന് ആവശ്യമുള്ളത് എന്ന് ചിന്തിക്കാതെ മനസ്സിലാക്കാതെ നമ്മളുടെ മാധ്യമങ്ങളും പ്രിന്റ് മീഡിയയും വിഷ്വൽസും എല്ലാം അങ്ങനെ വരികയാണ്. വർദ്ധിച്ചു വരുന്ന വ്യാജ അശ്ലീല കള്ള വീഡിയോകള് ആർക്കാണ് ഇതിനെ തടയാൻ പറ്റുന്നത്? ആർക്കാണ് നട്ടലുള്ളത്? ഇതിന്റെ പിന്നിൽ കള്ളത്തരമാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ആരും പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം തിന്മയെ ആസ്വദിക്കുന്ന ഒരു സമൂഹമാണ് പൊതുവേ ഉള്ളത്. തിന്മയെ ആസ്വദിക്കുന്ന ഒരു സമൂഹത്തിൽ സത്യം പറയുന്നവൻ ഒറ്റപ്പെടും, അവന്റെ ജീവിതം തന്നെ സുരക്ഷിതമായിരിക്കില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു കളക്റ്റീവ് ഇന്റലിജൻസിയ നമ്മൾ നോക്കുന്നത് നല്ലതാണെന്ന് വെള്ളമരുന്ന് കളിച്ചനോടും പ്രസാദിനോടും ഒക്കെ സംസാരിച്ചത്. നമ്മളെ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ്. എല്ലാം കൈവിട്ടു പോവുകയാണ്. ആരും സത്യം പറയാൻ ധൈര്യം കാണിക്കാതെ വരുന്നു. സ്കൂളിൽ കുട്ടികളെ പേടിച്ചാണ് അധ്യാപകർ നിൽക്കുന്നത്, വീട്ടിൽ മക്കളെ പേടിച്ചാണ് മാതാപിതാക്കള് വളരുന്നത്. അങ്ങനെയുള്ള ഒരു സംവിധാനത്തെ നമ്മളെ കുറെ കൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും സത്യസന്ധമായ നിലപാടുകളിലൂടെ ഈ കുഞ്ഞുങ്ങളെ വീട്ടിനുള്ളിലും സ്കൂളിലും പൊതുസമൂഹത്തിലും കാറ്റഗിസം ക്ലാസ്സിലും രാഷ്ട്രീയ മേഖലയിലും എല്ലാം ബന്ധപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കണം. സ്കൂളുകളിലെ അക്രമങ്ങൾ കാണുമ്പോൾ അധ്യാപകര് കണ്ണടയ്ക്കരുത്. അങ്ങനെ നമ്മൾ കണ്ണടച്ചാണ് ഇതുപോലുള്ള നമുക്ക് തിരുത്താൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നത്. എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിന്റെ പ്രായോഗിക കാര്യങ്ങളിലേക്ക് ഞങ്ങൾ പിന്നീട് ഈ മീറ്റിംഗിന്റെ സംഘാടകർ വരുമെന്ന് ഞാൻ കരുതുകയാണ്. മയക്കുമരുന്നിന് എതിരായ പ്രവർത്തനങ്ങളിൽ കുട്ടികൾ തന്നെ കോൺഫിഡൻഷ്യൽ അംബാസഡർമാരായി പ്രവർത്തിക്കാൻ സന്നദ്ധരാകണം. അങ്ങനെ അധ്യാപകര്, പേരന്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ അവരെ സന്നദ്ധരാക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ശരിയായിട്ടുള്ള വിവരങ്ങൾ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് നമുക്കറിയണമെങ്കിൽ വീടും നന്നാകണം. ഞാൻ പറയുകയാണ്, ഓരോ അത്താഴവും തിരുവത്താഴമാണ്. ഓരോ അത്താഴവും തിരുവത്താഴമാണ്. അവിടെയാണ് നമ്മൾ യഥാർത്ഥത്തിലുള്ള സ്നേഹം എന്താണെന്ന് കുട്ടികൾ അനുഭവിച്ചറിയുന്നത്. ഒന്നിച്ച് അത്താഴം കഴിക്കാത്ത എത്രയോ വീടുകൾ നമുക്കുണ്ട്. നമുക്കതിനുള്ള സമയമില്ല. നമുക്ക് തിരുവത്താഴങ്ങളും തിണ്ണകളും എല്ലാം നഷ്ടപ്പെട്ട വീടുകളിൽ നമ്മൾ കഴിയുന്നത് കൊണ്ടാണ് ഇതുപോലുള്ള ഭീകരമായ പ്രവർത്തനങ്ങളിലേക്ക് കുട്ടികൾ പോകുന്നത്. നമ്മുടെ കുട്ടികളെ നമ്മുടെ സ്കൂളുകളിൽ കൂടുതലായിട്ട് ദൈവവചന പഠനങ്ങളിലേക്കും സഭാത്മകമായിട്ടുള്ള കലാരൂപങ്ങളിലേക്കുമൊക്കെ കുട്ടികളെ കൊണ്ടുവരാനായിട്ട് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. കുട്ടികൾക്ക് ഇന്ന് അമിത സ്വാതന്ത്ര്യമുണ്ട്. അവര് നമ്മളെ പറ്റിക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്നത് ഒന്നുമല്ല. അവരുടെ നീക്കങ്ങളും അവരുടെ നോട്ടങ്ങളും അവരുടെ കാഴ്ചപ്പാടുകളും എല്ലാം സമൂഹത്തിന് ഒരുതരം ഭ്രാന്ത് പിടിച്ചതുപോലെയാണ്. ഈ ഭ്രാന്ത് നമുക്ക് ഹെറിഡിറ്ററി ആയിട്ട് കിട്ടിയതല്ല. ഹെറിഡിറ്ററി ആയിട്ട് ചില രോഗങ്ങൾ വീട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇതെല്ലാം സ്വാർജിതമായ ഭ്രാന്താണ്. മയക്കുമരുന്ന് നമുക്കതൊന്ന് പരീക്ഷിച്ച് നോക്കാം. നമ്മളൊരു ക്ലാസ് കൊടുക്കുമ്പം പോലും ഇതിന്റെ തിന്മയുടെ വശങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇത്രയും തിന്മയുണ്ടോ എന്നുള്ള കൗതുകത്തിന്റെ പേരിൽ ഇത് ഉപയോഗിക്കുന്നവരുണ്ട്. അതാണ് ഇതിന്റെ പ്രത്യേകത. ഈ ദിവസങ്ങളൊക്കെ നമ്മൾ കേട്ടല്ലോ, കൊച്ചുമോനെ അവന്റെ അരയിൽ ബെൽറ്റിനകത്ത് ഇത് വെച്ച് കെട്ടി അപ്പൻ കൊണ്ടു നടന്ന് ഇത് വിറ്റുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ആ അപ്പൻ ചെയ്യുന്നത്? ഇങ്ങനെയുള്ള സംവിധാനങ്ങളുള്ള ഈ നാടുകളിൽ ഇവിടെ നമ്മളുടെ ഭാഗ്യവശാല് നമ്മുടെ രാഷ്ട്രീയക്കാരും സാംസ്കാരിക നേതാക്കന്മാരും ഒക്കെ നമ്മളോട് താല്പര്യമുള്ളവരും എല്ലാം നമ്മൾ ഒന്നിച്ച് ആലോചിച്ച് പ്രവർത്തിക്കുന്നവരുമാണ്. ഈ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഇവരെല്ലാം എന്തുമാത്രം തിരക്കുള്ള വ്യക്തികളാണ്. അവരെല്ലാം ഇവിടെ എത്തിയിരിക്കുന്നത് നമുക്ക് വലിയൊരു ബലമാണ്. അവരുടെ കയ്യിലാണ് ഭരണം, അവരുടെ കയ്യിലാണ് അധികാരം.
അധികാരമുള്ളവർ പറയുമ്പോഴേ ഇതുപോലുള്ള സമൂഹത്തിലെ തിന്മകളെ മാറ്റി നിർത്താനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഉത്തരവാദിത്വമുള്ള എല്ലാവരും മയക്കുമരുന്ന് എന്ന ആ തിന്മയ്ക്കെതിരായിട്ട് സ്വരമുയർത്തണം. ആ തിന്മയെ നമുക്ക് പ്രതിരോധിക്കാനായിട്ട് സാധിച്ചില്ലെങ്കിൽ വരും തലമുറ യാതൊരു നന്മയും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. എല്ലാ ഡ്രഗ്സിനും ഒരു ടാർഗറ്റുണ്ട്. ആ ടാർഗറ്റ് ഏരിയ യങ്സ്റ്റേഴ്സാണ്, ചെറുപ്പക്കാരാണ്, കുട്ടികളാണ്. ആത്യന്തികമായിട്ട് അതിൻ്റെ ലക്ഷ്യം ആ സമൂഹത്തെ, ആ സംവിധാനത്തെ നശിപ്പിക്കുക എന്നാണ്. ഇന്ന് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് അതാണല്ലോ. ചിന്തിക്കാൻ പറ്റാത്ത ആയിരക്കണക്കിന് ആളുകൾ, തീരുമാനമെടുക്കാൻ പറ്റാത്തവര്, അവരുടെ മനസ്സിന്റെ ബലം, അതിൻ്റെ ശക്തി എല്ലാം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ഇതുപോലുള്ള വലിയ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ഉള്ള നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ ഒന്നുകൂടെ ഉള്ളിലെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ സമയ പരിമിതി മൂലം നിർത്തുകയാണ്. വളരെയേറെ പേര് സംസാരിക്കാനുണ്ട്, പലർക്കും ഉടനെ തന്നെ പോകേണ്ടതായിട്ടുണ്ട്. മറ്റ് വേദികളിൽ വരുമ്പോൾ ഇതിൻ്റെ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. നമ്മുടെ വീട്ടിനകം പള്ളിക്കൂടം, പള്ളിക്കൂടത്തിനകം സൺഡേ സ്കൂളിനകം രാഷ്ട്രീയ ഫോറങ്ങൾ, സാംസ്കാരിക ഫോറങ്ങൾ, അവിടെയെല്ലാം നമ്മൾ ഈ കുട്ടികളെ, ഈ യുവാക്കന്മാരെ കുറെ കൂടെ കരുതലോടുകൂടി നമ്മൾ നോക്കുകയും അന്വേഷിക്കുകയും ചെയ്യണം. ഇത് വലിയൊരു തിന്മയാണ്. ഇത് കൈവിട്ടു പോവുകയാണ്. പേടിച്ചിട്ട് പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റുകയില്ല. അവരറിഞ്ഞുകൊണ്ട് കൊല്ലുന്നതായിരിക്കുകയില്ല. ഉള്ളിൽ കിടക്കുന്ന ഒരു മനോവേദന ഇപ്രകാരം പുറത്തു വരികയാണ്. അപ്പം അതുകൊണ്ട് സമൂഹത്തിലുള്ള എല്ലാവരും ഒന്നിക്കണം. ആ ഒരു ഒന്നിപ്പിന്റെ ഏറ്റവും നല്ല ഒരു നോബിൾ എക്സാമ്പിളാണ് ഇന്നിവിടെ നമ്മുടെ ഈ വേദിയിലും ഈ സദസ്സിലും നമ്മൾ കാണുന്നത്. നിങ്ങളെല്ലാവരും വളരെ പ്രത്യേകമായ തനിമയുള്ള ശുശ്രൂഷകൾ ചെയ്യുന്നവരാണ്. നിങ്ങളുടെ ഈ ഓടിവരവും ഈ കൂടിവരവും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് ഈ സമൂഹത്തോട്, നമ്മുടെ സ്വന്തം വീട്ടുകാരോട്, കുടുംബക്കാരോടുള്ള ഉത്തരവാദിത്വം എന്താണ് എന്നുള്ളതിൻ്റെ ആ ഒരു കാര്യക്ഷമതയാണ് നിങ്ങൾ കാണിക്കുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. ഇത് വലിയ ചിന്മയാണ്. ഈ മയക്കുമരുന്നിനെതിരായിട്ട് ഒരു മയക്കുവടിയെങ്കിലും വെക്കാൻ നമുക്ക് പറ്റണം. വേറെ വടിയൊന്നും വെക്കാൻ നമുക്ക് അവകാശമില്ല. ഒരു മയക്കുവടിയെങ്കിലും വെച്ച് ഈ ചിന്മയെ ഒന്ന് ശീലീകരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ.